ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞു. ഹരിയാണോ ഹെലികോപ്റ്ററിൽ? അതെ, ഹരി ഇപ്പൊ വരും. നെടുമങ്ങാട് GR അനിലിന്റെ CPIയുടെ മന്ത്രിയുടെ ഉറച്ച സീറ്റ് ഇത്തവണയും വിജയപ്രതീക്ഷയിൽ കുറഞ്ഞൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അതെ, GR അനിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ മീഡിയയോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു. മീനാങ്കൽ കുമാറിനും അവിടെ ഒരു മത്സരം കാഴ്ചവെക്കാൻ CPMന്റെ ചില മന്ത്രിമാർ ഒരു തോൽവി ഭയക്കുന്നുണ്ടെങ്കിൽ CPIയുടെ 4 മന്ത്രിമാരും വിജയം ഉറപ്പിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. അതിലൊരാളാണ് GR അനിൽ. രണ്ടാമത്തത് വാമനപുരത്ത് നമുക്കറിയാവുന്ന പോലെ DK മുരളി, വാമനപുരത്തിന്റെ സ്വന്തം മുരളിയേട്ടനാണ്. പക്ഷേ സുധീർ ഷാ പാലോട് നല്ല ഫൈറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചീറിപ്പാഞ്ഞു വരുന്ന ഹെലികോപ്റ്ററുകൾ, അതിൽ ഓരോ സ്ഥാനാർത്ഥികളുമുണ്ട്. ഈ ഹെലികോപ്റ്റർ കണ്ടിട്ട് ഈ സ്ഥാനാർത്ഥികൾ രാവിലെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നെഞ്ചിടിപ്പുണ്ടല്ലോ. ഈശ്വരാ, എന്താണ് രാവിലെ തന്നെ. അതെ, കഴക്കൂട്ടം ത്രികോണ മത്സരം. അതാണ് വി മുരളീധരൻ, കടകംപള്ളി സുരേന്ദ്രൻ, ശരത്ചന്ദ്ര പ്രസാദ്. കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത് ശ്രദ്ധേയമാണ്. LDFന്റെ സീറ്റുകൾ കുറയും, പക്ഷേ ഞങ്ങൾ ജയിച്ചു കയറും. അവിടെ തീർച്ചയായും ജയിക്കുമെന്ന ആത്മവിശ്വാസം. BJP ആണെങ്കിൽ നിയമത്തിനൊപ്പം തന്നെ തലസ്ഥാനത്ത് പറയുന്ന മറ്റൊരു മണ്ഡലം അതാണ്. വി മുരളീധരൻ കഴിഞ്ഞ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ട് മണ്ഡലത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. വട്ടിയൂർക്കാവാണ് ഇതുപോലെ. മുരളീധരനിലൂടെ കഴിഞ്ഞ തവണ UDF 3-ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ വിജയിച്ചു കയറാൻ സാധിക്കും. വിജയിച്ചാൽ ഉറപ്പായും മന്ത്രിയാണ്. അധികാരം കിട്ടിയാൽ. പക്ഷേ VK പ്രശാന്ത് വിട്ടുകൊടുക്കില്ലെന്ന് പറയുന്നു. നാടറിഞ്ഞങ്ങ് ഓടുകയായിരുന്നു VK പ്രശാന്ത്. അതിനിടയിൽ ശ്രീലേഖ IPS, മുൻ IPS ഉദ്യോഗസ്ഥ, നിലവിലെ കൗൺസിലർ, ഇത്തവണ മത്സരിച്ചു. BJP കഴിഞ്ഞാലുള്ള ശ്രീലേഖയുടെ ആദ്യ കേട്ടോ. കാപ്പി കുടിച്ചോ, രാവിലെ കുളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുളിച്ചു കുട്ടപ്പനായി നമ്മുടെ. നിങ്ങൾ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നു. മറ്റു പലതും ചോദിക്കുന്നുണ്ട്. ഞാനതും ഓക്കെ. ഹരിമോഹൻ ഉണ്ട്. ഹരി ഏതായാലും നല്ല വൈബാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് തലസ്ഥാനത്ത് നേതാക്കളൊക്കെ കൂട്ടത്തോടെ അവിടെ എത്തിയിട്ടുണ്ട്. ഹരി കുറെ ദിവസമായി BJP ക്യാമ്പിലെ അപ്ഡേറ്റുകളൊക്കെ തരുന്നുണ്ടായിരുന്നു. എന്താണ് തിരുവനന്തപുരത്ത് മൊത്തത്തിലൊരോളം എന്താണ്? ഇനിയിപ്പോൾ തലസ്ഥാനത്തായിരിക്കും മൊത്തം വാർത്തകൾ എന്നുള്ളതാണ് അല്ലേ? അല്ല, മറ്റൊരു കാര്യം ഹരിമോഹൻ, ഈ മാരാർജി ഭവനിൽ ലഡുവോ പായസമോ പന്തലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലേ? MLA മാർക്കുള്ള ഓഫീസോ സീറ്റോ അവിടെ തയ്യാറായിട്ടുണ്ടോ ഹരി? മുഖ്യമന്ത്രിക്ക് വരെ ഓഫീസ് ഉണ്ടായിരുന്നു, പിന്നീട് അതിനെന്തോ സംഭവിച്ചു. പറയൂ. ശരി, ഓക്കെ. വിനീത, ഷിയാസ്, റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ പാർട്ടി വലിയ വിജയത്തിലേക്ക് എത്തുന്ന സമയത്ത് പാർട്ടി സംസ്ഥാന അധ്യക്ഷന് ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി മട്ടുപ്പാവ് വരെ തയ്യാറാക്കിയിട്ടുള്ള മാരാർജി ഭവനാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സവിശേഷതകളുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ എന്നോട് ചോദിച്ചതുപോലെ ഈ പായസ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ തൽക്കാലം എന്തായാലും മാരാർജി ഭവനിലല്ല, പക്ഷേ BJP ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന നേമത്തെ ജംഗ്ഷനുകളിലടക്കം ഈ പായസ വിതരണം ഉണ്ട് എന്നതടക്കമുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിന്റെ റിസൾട്ട് വന്ന ശേഷം മാത്രമേ അത് പുറത്തെടുക്കൂ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നേമം കഴക്കൂട്ടം 2 മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ പോലും നേമവും കഴക്കൂട്ടവും ഷുവർ സീറ്റുകളായി BJP ഇക്കുറി കാണുന്നുണ്ട്. 5 സീറ്റുകൾ പിടിക്കുമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക്. അതായത് നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരും മഞ്ചേശ്വരവും പാലക്കാടും 5 സീറ്റുകളാണ് BJP ഉറപ്പിക്കുന്നത്. അതിൽ നേമവും കഴക്കൂട്ടവും ഉറപ്പായും, അതിലും ഏറ്റവും ഉറപ്പായും ലഭിക്കുമെന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ 20 മുകളിൽ 30 അടുത്ത മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തേക്ക് വരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലാണ്. ഇവിടെ നേതാക്കളെല്ലാവരും ഏകദേശം ഒരു 9 മണിയോടൊക്കെ കൂടി ആദ്യത്തെ ഒരു ഫലസൂചനയൊക്കെ വരുന്ന ഒരു ഘട്ടത്തിലേക്ക് നേതാക്കളൊക്കെ വരും. സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ വരും. അവർക്ക് ഈ ഫലം കാണാൻ വേണ്ടി അകത്ത് LED സ്ക്രീനുണ്ട്, ടെലിവിഷനുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് രാവിലെ ലഭിക്കുന്ന വിവരം. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡു ഓർ ഡൈ ഗെയിം കൂടിയാണ്. കാരണം BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല ഒരു 3-ാം ശക്തിയായി BJP എത്രത്തോളം സംസ്ഥാനത്ത് ഇടം പിടിച്ചു, വേരുറപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിലയിരുത്തൽ കൂടിയാവും ഈ തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാവുക എന്നതാണ്. മാത്രമല്ല മാരാർജി ഭവനിലായിരിക്കുമോ ഇന്നത്തെ ഒടുവിലത്തെ ചിരി? അതോ അത് KPCC ആസ്ഥാനത്തായിരിക്കുമോ? അതോ AKG സെന്ററിലായിരിക്കുമോ? അങ്ങനെ 1000 ചോദ്യങ്ങൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് 5:47 ഇനി ഇത്ര സമയമേ ഉള്ളൂ. ചുരുക്കം സമയങ്ങൾ മാത്രമേ ഉള്ളൂ.